ആദരണീയരെ, നമ്മുടെ സെഷൻ്റെ ശീർഷകം ദളിതത്വവും മുഖ്യധാര രാഷ്ട്രീയവും എന്നതാണ്. ആ ശീർഷകത്തെ സംബന്ധിച്ചുള്ള ഒരു അവതാരിക ഞാൻ നൽകേണ്ട യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ഈ വേദിയിൽ ദളിതത്വം എന്നത് സമകാലിക ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി, ഒരു രാഷ്ട്രീയ സംവർഗമായി ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഹിന്ദുത്വമൊക്കെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പദ്ധതിക്കെതിരെ അതിൻ്റെ ഉള്ളടരിൽ നിന്ന് തന്നെ സമരം ചെയ്യാൻ, പ്രതിരോധം രൂപപ്പെടുത്താൻ സാധ്യമായ ഒരു രാഷ്ട്രീയ സംവർഗമായി ദളിതത്വം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ആ ഒരു ടെർമിനോളജി കൂടി നമ്മുടെ ശീർഷകത്തിലുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് വളരെ അബ്സ്ട്രാക്റ്റായ ഒരു സങ്കല്പമാണ്, വളരെ അമൂർത്തമാണ്. എങ്കിലും താരതമ്യേന അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് വിശദീകരിക്കാമെന്ന് തോന്നുന്നു. ഈ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്രത്തോളം ദളിതത്വത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ റിഗറിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ആ രാഷ്ട്രീയ ശേഷിയെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും ഉള്ളത് നിശ്ചയമായിട്ടും ഹിന്ദുത്വക്കെതിരായ രാഷ്ട്രീയ സമരങ്ങളിൽ നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ രാഷ്ട്രീയപരമായി വളരെ സവിശേഷമായ ഒരു പ്രമേയത്തെയാണ് നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. പൊതുവെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇന്ത്യൻ സാമൂഹ്യ ചിന്തകർ പല നിലയിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 നിലയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രാഥമികമായി ഈ സബാൾട്ടേൺ ചിന്തകരിൽ നിന്നും അല്ലെങ്കിൽ ദളിത് ഇൻ്റലിജൻഷ്യയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിമർശനം ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒട്ടുമിക്കതും ചരിത്രപരമായി തന്നെ സവർണ ഹിന്ദുത്വത്തിൻ്റെ വ്യവഹാരത്തിനുള്ളിലാണ് ഉള്ളത് എന്നതും അതുകൊണ്ട് തന്നെ ആ പരിമിതി ലംഘിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയില്ല എന്നുമാണ്. റാഡിക്കലായിട്ടുള്ള പൊസിഷൻ എടുക്കുന്ന പപ്പാരഞ്ജിത്തിനെയൊക്കെ പോലെയുള്ള ആളുകൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ദളിതർ പുറത്തു വന്ന് ദളിതരുടെ മാത്രമായ ഒരു സംഘാടനം രൂപപ്പെടുത്തണം എന്നുള്ള രീതിയിലുള്ള പൊസിഷൻ എടുക്കുന്ന ആളുകൾ കൂടിയുണ്ട്. മറുപക്ഷത്ത് ഒരുപക്ഷെ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു നിരീക്ഷണം ഈ റെപ്രസെൻറ്റേഷൻ കൊണ്ട് മാത്രം, പ്രാതിനിധ്യം കൊണ്ട് മാത്രം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ, ഐഡിയോളജിയെ പരിഹരിക്കാൻ സാധ്യമല്ല എന്നും സ്ട്രക്ചറലായ ഘടനാപരമായ ഒരു പുനഃസംവിധാനം നിശ്ചയമായിട്ടും വേണമെന്നും പ്രാതിനിധ്യത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ചുരുക്കിക്കൂടാ എന്നുമുള്ള മറുവാദത്തുള്ള വാദങ്ങളും പൊതുവെ കണ്ടിട്ടുണ്ട്. ഈ 2 പ്രമേയങ്ങളെയും നമുക്ക് വിശാലാർത്ഥത്തിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ ചർച്ചയ്ക്കെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള പകപോക്കലുകളോ കണക്ക് തീർക്കലുകളോ ആയി ഒതുങ്ങാതെ കുറെ കൂടി ധനാത്മകമായ രീതിയിൽ ഈ ഇഷ്യൂയെ ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അത്തരത്തിലുള്ളൊരു പാനലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതും. സാങ്കേതികമായ കാരണങ്ങളാൽ നാം മുൻകൂട്ടി നിശ്ചയിച്ച പാനലിൽ നിന്ന് വലിയ മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട്. 4 പേരാണ് നമ്മുടെ പാനലിസ്റ്റുകളിലുള്ളത്. 4 പേരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. എങ്കിലും പ്രാഥമികമായി ഒരു മോഡറേറ്റർ എന്നുള്ള കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് സദി അങ്കമാലി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അവർ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ചിന്തകരിൽ ഒരാൾ കൂടിയാണ് സദി അങ്കമാലി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ MB മനോജ് മാഷ്, അദ്ദേഹം ദളിത് പെർസ്പെക്റ്റീവിൽ നിരന്തരം നമ്മുടെ സാമൂഹ്യ ചിന്തയെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. മറ്റൊരാൾ ശ്രീജിത്ത് ശിവരാമനാണ്, വയനാടുകാരൻ കൂടിയായ ഒരുപക്ഷെ സമകാലിക മാർക്സിസ്റ്റ് ചിന്തയിൽ ഏറ്റവും ജ്വലിക്കുന്ന മുഖങ്ങളിലൊന്നായ ശ്രീജിത്ത് ശിവരാമൻ. 4ാമത് സുനിൽ P. ഇളയിടം, അദ്ദേഹവും ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് സ്വീകരിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ ചിന്തയെ നിരന്തരം പുനഃസംഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. ഈ 4 പേരുമാണ് നമ്മുടെ പാനലിസ്റ്റുകളായിട്ട് ഉള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായ അതായത് ഒരു ദളിത് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദളിതത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ട് MB മനോജ് മാഷിൽ നിന്ന് ചർച്ച ആരംഭിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ എന്നതുകൊണ്ട് പാനലിസ്റ്റുകൾക്ക് ഓരോരുത്തർക്കും 10 മിനിറ്റ് വീതം 2 റൗണ്ടായിട്ട് വിഭജിക്കാമെന്ന് കരുതുന്നു. 5 മിനിറ്റ് കൊണ്ട് അവരവരുടെ ആർഗ്യുമെൻറ്റുകൾ എത്രയും പ്രിസൈസായിട്ട് പറഞ്ഞു തീർക്കാൻ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മനോജ് മാഷിന് മൈക്ക് കൈമാറുന്നു. സമൂഹത്തിൻ്റെ മാനദണ്ഡത്തിലാണ് അവ വിലയിരുത്തേണ്ടത്. ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിലും ഏഷ്യയുടെ മറ്റ് പരിസര പ്രദേശങ്ങളിലും, ഇപ്പോൾ നമ്മളുടെ തന്നെ അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഏഷ്യയിലുടനീളം കാണുന്ന സാമൂഹികമായിട്ടുള്ള പല രൂപത്തിൽ ഏറ്റിറക്കങ്ങൾ ഉണ്ട്. ആ ഏറ്റിറക്കങ്ങളെ വിലയിരുത്തുന്ന
അവയെ പരിശോധിക്കാനുള്ള ഒരു പഠന സാമഗ്രി അല്ലെങ്കിൽ ഒരു വിശകലന ഉപാധി എന്ന നിലയിലാണ് ദലിത് അന്വേഷണങ്ങൾ 30കളോടുകൂടി വികസിച്ചു വന്നത്. ഡോക്ടർ BR അംബേദ്കറാണ് അത്തരത്തിലുള്ള ഒരു വിശകലന ഉപാധി മുന്നോട്ട് വെച്ചത്. സമൂഹത്തെ സാമ്പത്തികമായ കാറ്റഗറി എന്നും അതുപോലെ സാമൂഹികമായ കാറ്റഗറി എന്നും വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ അതിൽ സാമൂഹികമായ കാറ്റഗറിയാണ് പലപ്പോഴും കുറെ കൂടി വിശകലനത്തിന് നമുക്ക് നമ്മുടെ കാഴ്ചയുടെ മുമ്പിൽ അത് ഉദാഹരണത്തിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത് എന്നതിനാൽ അത്തരമൊരു വിശകലനം ഇന്ത്യൻ സമൂഹത്തെയും പൊതുവെ ഏഷ്യൻ സമൂഹത്തെയും നിരീക്ഷിക്കുമ്പോൾ ആ വിശകലന ഉപാധിയിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വെല്ലുവിളിയാണ് ജാതി വ്യവസ്ഥ നിർമ്മിച്ച അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ സംഭവിച്ച അതിൻ്റെ പരിണാമത്തിൽ ഒന്നായ ജാതി വ്യവസ്ഥയുടെ സാമ്പത്തികവും സാമൂഹികവും മതപരവും ജ്ഞാനപരവുമൊക്കെ ആയിട്ടുള്ള വിവിധ ഘടകങ്ങളിൽ അതിന് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റിറക്കങ്ങൾ. അത് പല രൂപത്തിൽ അത് സൂക്ഷ്മവും സ്ഥൂലവുമാണ്. അത് ചില ഘട്ടങ്ങളിൽ അത് സ്ഥൂലമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അത് സൂക്ഷ്മമായിട്ടാണ് നിലനിൽക്കുന്നത്. ആ മട്ടിൽ ഒരുപക്ഷെ ലോകത്തിലെ മറ്റ് വിവിധ സാമൂഹിക വിഭജനങ്ങളെ പരിശോധിക്കുന്നതിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെയും ഏറ്റവും സൂക്ഷ്മമായും പരിശോധിക്കേണ്ട ഒന്നായിട്ടാണ് പലപ്പോഴും ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റിറക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തിയവർ അവയെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സമൂഹത്തിന് പോലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സാമൂഹിക വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ നമ്മുടെ സമൂഹം ആ അർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്നും അവയെ വിശകലനം ചെയ്യുവാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ വിശകലന ഉപാധികളായി സാമ്പത്തിക വർഗ വിശകലന ഉപാധികൾ ബഹുദൂരം മുന്നോട്ട് പോകുമ്പോഴും അത്തരത്തിലുള്ള വിശകലന ഉപാധികളുടെ പരിമിതി ഏഷ്യൻ സമൂഹങ്ങളിലും ഇന്ത്യൻ സമൂഹങ്ങളിലും നിലനിൽക്കുന്നുവെന്നും അതിൻ്റെ പ്രശ്നം പലപ്പോഴും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനകളെ പരിശോധിക്കുന്നതിൽ, അതിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള രൂപങ്ങളെ പരിശോധിക്കുന്നതിൽ, അതിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രൂപങ്ങളെ പരിശോധിക്കുന്നതിൽ, അതിൻ്റെ മതാത്മകവും ഭൗതികവുമായ രൂപങ്ങളെ പരിശോധിക്കുന്നതിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ധനാത്മകമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കാൻ ദലിത് സംവാദ മണ്ഡലങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 25-ലോ 30-കളിലോ അംബേദ്കർ ഇത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് വെക്കുമ്പോൾ അന്ന് അസ്വീകാര്യമായിരുന്ന ആ ധാര ഒരുപക്ഷെ സമകാല ഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി കൂടി വരുന്നു. ആ അർത്ഥത്തിൽ അതിന് സമൂഹത്തെ വിശകലനം ചെയ്യുന്നതിനും സമൂഹത്തെ മാറ്റി തീർക്കുന്നതിനും ഒരു പുതിയ ഒരു വിശകലന പദ്ധതിയായും ഒരു സമൂഹത്തെ തന്നെ മാറ്റി തീർക്കുന്നതിൽ, പരിവർത്തനപ്പെടുത്തുന്നതിൽ നിരവധി വെളിച്ചം നൽകുന്നതിനും കഴിയുന്ന ഒരു ദർശനമായും അത് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യൻ സമൂഹഘടനയെ അപഗ്രഥിക്കുമ്പോൾ ജാതീയ മുൻനിർത്തൽ അപഗ്രഥനാവും കുറെ കൂടി മൂർത്തമാവുക എന്നാണ് മനോജ് മാഷ് പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ വിരുദ്ധമായ ഒരു അഭിപ്രായം മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് സ്വീകരിക്കുന്ന ഒരാൾക്ക് പറയാനുണ്ടാവുമെന്ന് കരുതുന്നു. ശ്രീജിത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചൂഷണ രൂപങ്ങളിൽ ഒന്നാണ് ജാതി എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജാതിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ജാതിയാണ് ദളിത് സാമൂഹിക ചൂഷണത്തിൻ്റെ, ഉച്ചനീചത്വങ്ങളുടെ, വിവേചനത്തിൻ്റെ ഏക ആധാരം എന്ന രീതിയിൽ കാര്യങ്ങളെ കാണുന്നത് ചരിത്രപരമോ ആയി ശരിയായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനകത്തുണ്ടാകുന്നൊരു പ്രശ്നം, ഏത് ചൂഷണവും സാധ്യമാകുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥക്കകത്താണ്. ആ സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് അടർത്തി മാറ്റി ചൂഷണത്തെ മാത്രം ഒരു മൂർത്തമായ സവിശേഷമായ എൻറ്റിറ്റിയായി വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജാതി ചൂഷണം ഇന്ത്യയിൽ സാധ്യമാകുന്നത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ, നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ, ഫ്യൂഡലിസത്തിൽ തീർച്ചയായും അതിനുശേഷം ഇപ്പോൾ നിലനിൽക്കുന്ന മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥയിലാണ് ജാതി ചൂഷണം സാധ്യമാകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും ഈ ജാതിയെക്കുറിച്ചുള്ള, ദളിതത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ അപകടകരമായി കാണാവുന്ന ഒരു പ്രവണത, ഒരു പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം,
അത് ജാതി എന്നത് സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് നിരന്തരമായി സ്റ്റാറ്റിക്കായി നിൽക്കുന്ന സാമൂഹിക ഘടനയോട്, സാമൂഹിക അവസ്ഥയോട് പ്രതിപ്രവർത്തിക്കാത്ത ഒന്നാണ് എന്ന രീതിയിലുള്ള അപഗ്രഥനങ്ങളാണ് പലപ്പോഴും നടന്നു വരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ചരിത്രത്തിൽ നിരന്തരമായി കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, 8-ാം നൂറ്റാണ്ടിൽ ഗോത്രവർഗമായി പരിഗണിക്കപ്പെട്ടിരുന്ന ജാതിയാണ്, ചണ്ടാളന്മാർക്കൊപ്പം ഗോത്രവർഗക്കാരായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു ജാതിയാണ് ജാട്ടുകൾ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ജാതികൾ. 11-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ജാട്ടുകൾ പിന്നീട് കൃഷി ആരംഭിക്കുകയും വൈശ്യ വിഭാഗമായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് 14-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും 17-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും അവർ വളരെ വ്യക്തമായി ക്ഷത്രിയ പദവി അസേർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി മാറുന്നുണ്ട്. നേരെ തിരിച്ച് തമിഴ്നാടിൻ്റെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതികളിൽ ഒന്നായിരുന്നു രഥാകാരന്മാർ എന്ന് പറയുന്ന ജാതി. രഥാകാരന്മാർ എന്ന് പറയുന്ന ജാതി ആദ്യകാലത്ത് ക്ഷത്രിയ വിഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്ന, ചൂഷണത്തിന് മുകളിൽ നിന്നിരുന്ന ചൂഷക വർഗങ്ങളിൽ ജാതികളിൽ ഒന്നായി നിന്നിരുന്ന ജാതിയായിരുന്നു. പിന്നീട് രഥനിർമ്മാണം എന്ന് പറയുന്നത് അത്രയേറെ പ്രയാസമല്ലാത്ത ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാവുകയും നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്നവർക്ക് സ്വാഭാവികമായും സംഭവിക്കുന്നത് പോലെ ജാതി മേൽക്കോയ്മകൾക്കകത്ത്, അടരുകൾക്കകത്ത് താഴേക്ക് വരികയും അവർ പിന്നീട് താഴെയുള്ള 4 വർണ്ണങ്ങൾക്ക് പുറത്തുള്ള വിഭാഗമായി പരിഗണിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാമൂഹിക സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ, സമകാലീന സാഹചര്യത്തിൽ പോലും ജാതി പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. 60കളിൽ പോലും, ഞാൻ പറയുന്നത് ജാതി എന്നത് അനന്തകാലത്തേക്ക് നീട്ടിവെക്കേണ്ടതും അനന്തകാലം വരെ തുടരുന്നതും ഒന്നായി നാം കാണുന്നത് അപകടകരമായ ഒന്നാണ്. അതുകൊണ്ട് ജാതി എന്നത് 60കളിൽ പോലും രൂപീകരിക്കപ്പെട്ട, 60കളിലാണ് മുപ്പക്കുളത്തൂർ എന്ന് പറയുന്ന ഒരു ജാതി തമിഴ്നാട്ടിൽ രൂപീകരിക്കപ്പെടുകയും സാമൂഹിക വ്യവസ്ഥയോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, നമ്മുടെ ചിന്തകളുടെ, പ്രത്യേകിച്ച് ഇപ്പറയുന്ന പോസ്റ്റ് മോഡേൺ ചിന്തകളുടെ ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്നത് ജാതിയെ ട്രാൻസെൻഡ് ചെയ്യാനുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജാതിയെ മുറിച്ച് കടക്കുക, അനഹിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജാതിയെ മുറിച്ച് കടക്കാൻ ആവശ്യമായ പ്രൊജക്റ്റുകൾ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ജാതിയെ മുറിച്ച് കടക്കാനുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വെക്കാതിരിക്കുകയും ജാതിക്കകത്ത് നിലനിൽക്കുകയും ജാതിയുടെ പ്രശ്നം എന്നത് ജനാധിപത്യ ബൂർഷ്വൽ ലിബറൽ ഡെമോക്രസിക്കകത്തുള്ള ഒരു റെപ്രസെൻറ്റേഷൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതുകയും ചെയ്യുന്നിടത്താണ് എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് എന്ന് ഞാൻ, എല്ലാ പ്രശ്നങ്ങളും എന്നല്ല, ഒരു വലിയ പ്രശ്നമായി ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുകയാണ്. ജാതിയെ മുറിച്ച് കടക്കാനുള്ള എന്ത് പ്രൊജക്റ്റുകളാണ്, ഏത് രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് നാം ഉണ്ടാക്കേണ്ടത് എന്ന ചോദ്യം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ജാതിയെ മുറിച്ച് കടക്കാൻ ഈ സാമൂഹിക വ്യവസ്ഥക്കകത്ത് ഉണ്ടാകേണ്ട പരിവർത്തനങ്ങൾ കൂടിയുള്ള ചർച്ചകൾ പ്രധാനമായും മുന്നോട്ട് വരേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അവസാനമായി പറയാനുള്ള ഒരു പോയിന്റ്, കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ജാതി പ്രശ്നം അതീവ സങ്കീർണമായ തലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാണാൻ കഴിയില്ല. കഴിഞ്ഞ 4 വർഷത്തിലാണ് നാം കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൊബിലൈസേഷൻ. 16 ലക്ഷം ആളുകൾ ഒന്നിച്ച് തെരുവിലിറങ്ങി ഒരു മുദ്രാവാക്യം ഉയർത്തുകയാണ്. 16 ലക്ഷം ആളുകൾ ഒന്നിച്ച് തെരുവിലിറങ്ങി ഒരു പ്രകടനമായി വരുന്നത് വളരെ അപൂർവമായി ചരിത്രത്തിൽ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മറാത്തകൾ തങ്ങൾക്ക് OBC സ്റ്റാറ്റസ് ആവശ്യപ്പെടുകയാണ്. ഖാപ്പുകൾ, അതുപോലെ തന്നെ ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി വിഭാഗമാണ്, ഒരുപക്ഷെ ഡൊമിനൻ്റ് കാസ്റ്റ് എന്ന് വിളിക്കാവുന്ന ജാതി വിഭാഗമാണ് പട്ടേലന്മാർ. ഈ പട്ടേലന്മാരും തെരുവിലിറങ്ങിയത് OBC സ്റ്റാറ്റസ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാണ്. ഈ ദളിത് ചിന്തയുടെ വാൻറ്റേജ് പോയിന്റിൽ നിന്ന്, വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും മോൾത്തട്ടിൽ നിൽക്കുന്ന ഒരു ജാതി, ഒരു അപ്പർ കാസ്റ്റ് ജാതി ഞങ്ങളെ താഴെ തട്ടിലേക്ക് ആക്കണമെന്ന് പറയുന്നത് പലപ്പോഴും ഇല്ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് തോന്നാം. പക്ഷെ അത് അവർ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും ഒരു മെറ്റീരിയലിസ്റ്റ് വ്യവസ്ഥയോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ സംഭവിച്ച ഭൗതിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ അപകടകരമായ പരിവർത്തനത്തെ നാം കാണേണ്ടതുണ്ട്. എന്താണത്? 990, ഞാനൊരു ചെറിയ കണക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. 995-96 കാലത്ത് ഇന്ത്യയിൽ 1.96 കോടി സർക്കാർ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 2014-15 ആകുമ്പോൾ അത് 1.74 കോടി സർക്കാർ തൊഴിലവസരങ്ങളായി കുറയാണ്. 22 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ 1.74-ൽ 40% തൊഴിലും
കോൺട്രാക്ട് ലേബറാണ്. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി ഇന്ത്യയിൽ ഇപ്പോൾ നിൽക്കുന്ന സർക്കാർ തൊഴിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ 1.74% 60% വരുന്ന ഏതാണ്ട് 1 കോടിയിൽ താഴെ മാത്രമാണുള്ളത്. ഈ അവസ്ഥയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജാട്ടുകളും അത് മറാത്തകളും അതുപോലെയുള്ള വിഭാഗങ്ങളും ഒക്കെ തന്നെ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇത് സങ്കീർണമാക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ മേലുള്ള അവകാശം, ഇന്ത്യയിലെ ജന്മി വ്യവസ്ഥ, ആയിരക്കണക്കിന് ഏക്കർ കൈയാളുന്ന ജന്മിത്വ വ്യവസ്ഥ ഇന്ത്യയിലെ ജാതിയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ്. എന്നാൽ ഭൂമിക്ക് മേലുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങളെ വിജയത്തിലെത്തിക്കുവാൻ കഴിയാത്തതിൻ്റെ വലിയ പരിമിതി കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങൾ വിശദമായി പറയും. ജാതി സ്റ്റാറ്റിക് അല്ല എന്നും സ്ട്രക്ചറൽ സാമൂഹ്യ വ്യവസ്ഥയെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ജാതിയെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടൂ എന്നാണ് ശ്രീജിത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ പ്രമേയത്തിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സന്ധ്യ അങ്കമാലിയിലേക്ക് പോവാണ്. ഒരു പക്ഷേ ഇരട്ട ചൂഷണം അനുഭവിക്കുന്ന ഒരു സ്വത്വത്തെ മുൻനിർത്തി അവർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരേ സമയം ജാതീയമായും അതിൽ തന്നെ ലിംഗപരമായും കീഴാളത അനുഭവിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി മുഖ്യധാര രാഷ്ട്രീയത്തിൽ എത്രത്തോളം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്, അവരെത്രത്തോളം അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന രീതിയിലേക്ക് കൂടി നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവർ, 5 മിനിറ്റ് കൊണ്ട് ജാതിയെക്കുറിച്ച് പറയാന്നുള്ളത് തന്നെ ഒരു ഫാസിസമാണ്. എന്തായാലും ശ്രമിക്കാം. കൊളോണിയൽ ആധുനികതയിൽ നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയാവുന്ന കാര്യം എന്ന് പറയുന്നത് വിവിധ ജാതി സമൂഹങ്ങളിൽ നടന്നിട്ടുള്ള പരിഷ്കരണങ്ങളാണ്. അതേസമയം തന്നെ ഹിന്ദുത്വ അജണ്ടകളും അല്ലെങ്കിൽ ഗാന്ധിസം പോലെയുള്ള ഹൈന്ദവപരമായിട്ടുള്ള ഒരു ബദൽ സാധനം തന്നെയാണ് ഗാന്ധിസം പോലെയുള്ളത്. അതുപോലെ യൂറോപ്യൻ കൺസെപ്റ്റ് ആയിട്ടുള്ള മാർക്സിയൻ പ്രത്യയശാസ്ത്രം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളും ഇതേ സമയം തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ജാതിയെ ഇവരാരും തന്നെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടന്റ് എന്നുള്ള നിലയിൽ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ ഗാന്ധിസമാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടന്റ് എന്നുള്ള നിലയിൽ ഇതിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ നവോത്ഥാനം എന്ന് തുടങ്ങുന്നത് അടിത്തട്ടിൽ നിന്നാണ്. മഹാത്മാ അയ്യങ്കാളിയുടെയും പൊയ്കയിൽ അപ്പച്ചൻ്റെയും അതേപോലെയുള്ള വൈകുണ്ഠസ്വാമികൾ, അതേപോലെ ചട്ടമ്പി സ്വാമികൾ, തൈക്കാട് അയ്യ, അങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യരിലൂടെ ആണ് കേരളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് നവോത്ഥാനം ആരംഭിക്കുന്നത്. പക്ഷേ നമ്മളിതിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം 1919 ഇപ്പം ഇത്തരം വിവിധ ജാതി സമൂഹങ്ങളിൽ നടന്ന ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് കീഴാള ജനതയുടെ കാര്യത്തിൽ ഇതിൻ്റെ ഒരു സ്വത്വ രൂപീകരണവും സാമുദായികമായിട്ടുള്ള ഒരു രൂപീകരണവും സാമൂഹിക രൂപീകരണവും കൂടി ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് എല്ലാ ജാതി സമൂഹങ്ങളിലും. അതായത് ശ്രീനാരായണ ഗുരു തുടങ്ങി നമ്മൾ നവോത്ഥാന നായകന്മാരെ പരിശോധിക്കുമ്പോൾ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ 1919 ഒരു പൗരാവകാശ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് മതപരമായിട്ട് അല്ലെങ്കിൽ സാമുദായികമായി ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെ നേടിയെടുക്കുന്നതിന് രാഷ്ട്രീയപരമായ ഒരു സംവിധാനം വേണം എന്നുള്ള രീതിയിലാണ് ഈ സാമൂഹ്യ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അവിടെ ഈ അടിത്തട്ടിൽ നിന്നുള്ള ഈ പറയുന്ന പൊയ്കയിൽ അപ്പച്ചനോ അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയോ പ്രതിനിധികളായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നവോത്ഥാനം നടക്കുന്ന സമയത്ത് തന്നെ പ്രബലരായിട്ടുള്ള ഇവിടുത്തെ ദളിത്സിനെ എങ്ങനെ പുറത്ത് നിർത്താമെന്നുള്ള യുക്തി വളരെ വളരെ വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ പൗരാവകാശ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നവർ നായർ, ഈഴവ, സുറിയാനി, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ അടങ്ങിയിട്ടുള്ള ആളുകളാണ് അതിലുണ്ടായിരുന്നത്. അതായത് ഇവിടുത്തെ പ്രബല കമ്മ്യൂണിറ്റികളാണ് ഇവിടുത്തെ ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നത്. ഈ പ്രസ്ഥാനം പിന്നീട് രാഷ്ട്രീയ പാർട്ടികളായി രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതായത് പ്രബല കമ്മ്യൂണിറ്റികൾ തന്നെയാണ് ഇവിടെ പ്രബല പൊളിറ്റിക്കൽ പാർട്ടികളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാതീയമായിട്ടുള്ള അടരുകളെ പരിശോധിക്കുന്നതിൽ അതായത് ഈ പറയുന്ന പൗരാവകാശ പ്രസ്ഥാനത്തിൽ ജാതിയെ അഡ്രസ്സ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ജാതി ഒരേ സമുദായത്തിൽ നിൽക്കുകയും അതേസമയം തന്നെ
തന്നെ രാഷ്ട്രീയമായി വിശ്വപൗരന്മാരെ ഇതൊന്നും ബാധിക്കാത്ത വിധത്തിൽ നിൽക്കുകയും ചെയ്യാൻ ഇത്തരം സംഭവങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും എനിക്കതിൽ പറയാനുള്ള ഇന്ത്യ തന്നെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്റലക്ച്വലുകൾ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം, 1998 അമർത്യാസെൻ നൊബൽ പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യൻ റുപ്പീസ്, സൊല്യൂഷൻ ഓഫ് ഇന്ത്യൻ റുപ്പീസ് എന്നുള്ള ബുക്കാണ്. അതിനെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറി രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ആ തിയറിയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ പുരോഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അത് ഒരു വ്യക്തിയുടെ എൻലാർജിങ് ചോയ്സസ്, അതായത് ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻലാർജിങ് ചോയ്സസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെയും ഹെൽത്തിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പ്രധാനമായ ഒരു തിയറി എന്ന് പറയുന്നത് കേപ്പബിലിറ്റി അപ്രോച്ചാണ്. ഈ കേപ്പബിലിറ്റി അപ്രോച്ചാണ് കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും സമുദായവൽക്കരണത്തിലൂടെ നടത്തിയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള അധികാരങ്ങളുടെ അസാന്നിധ്യങ്ങളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു അടിമ ശരീരത്തെ ആധുനിക സമൂഹമായി രൂപപ്പെടുത്തുകയാണ് പൊയ്കയിൽ അപ്പച്ചനും മഹാത്മാ അയ്യങ്കാളിയും കേരളത്തിൽ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ സൈദ്ധാന്തികരാരും തന്നെ ഈ കീഴാള പ്രസ്ഥാനങ്ങളെ ഒരു കാലത്തും സൈദ്ധാന്തികമായി വിശകലന വിധേയം ആക്കുകയോ, അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ആ സമയത്ത് തന്നെ അച്ചടി മാധ്യമങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇവിടുത്തെ കൊച്ചി മാനുവൽ പോലുള്ള വരേണ്യ സാഹിത്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു കാലത്തും ഇവരുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിയ കേപ്പബിലിറ്റി അപ്രോച്ചാണ് 1998 അമർത്യാസെൻ നോബൽ പ്രൈസിലൂടെ നമുക്ക് കാണിച്ചു തന്നെന്നുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷം അല്ലെങ്കിൽ BJP പോലുള്ള ഇപ്പോൾ സാമ്പത്തിക സംവരണം കൊണ്ടുവരുമ്പോൾ ജാതി, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഈ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ ഞാൻ ശ്രീജിത്തൊക്കെ, ജാതി എന്നത് ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ല എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷം വാദിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ജാതി തന്നെയാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന്. കാരണം ഒരു വ്യക്തിക്ക് സ്വയം നിർണയം സാധ്യമാകുന്ന നിലവിലുള്ള ചരിത്രബോധ്യങ്ങളെയോ അല്ലെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥകളെയോ നിരാകരിക്കുമ്പോൾ മാത്രമല്ല, അതിനെ പൊളിച്ചെഴുതിക്കൊണ്ട് പുനർനിർമ്മിക്കാൻ കഴിയുമ്പോഴാണ്. ഈ പുനർനിർമ്മാണമാണ് അടിത്തട്ട് ജനത, എല്ലാത്തരം ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന, സകല വൈവിധ്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരു ബഹുസ്വര രാഷ്ട്രീയം, ഒരു ബഹുസ്വര രാഷ്ട്രം, അത്തരം ശബ്ദങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള സാധ്യതകൾ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ജാതി ഇല്ല എന്ന് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടന്റ് എന്നുള്ള നിലയിൽ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും സാമ്പത്തിക സംവരണം ഇപ്പം അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാണ്ടയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. എങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും. ഓക്കെ, ജാതിയെ മുഖ്യധാര രാഷ്ട്രീയം ഇതുവരെ ഗൗരവമായ രീതിയിൽ അഭിസംബോധന ചെയ്തിട്ടില്ല എന്ന ഒരു വിമർശനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ജാതിയും വർഗവും തമ്മിലുള്ള സംവാദ സ്ഥാനങ്ങളെ കുറിച്ചിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സുനിൽ പി ഇളയിടം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ സമീപിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദളിതത്വം എന്നത് അടിസ്ഥാനപരമായിട്ടൊരു വിഭക്താവസ്ഥയാണ്, വിഭജിതമായ ചെതറിയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നുവെന്ന് നമുക്കതിൻ്റെ പദനിഷ്പത്തിയെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളിൽ നിന്നറിയാം. ഈ സവിശേഷാവസ്ഥ ഏകമുഖമായ ഒരു പ്രവണതയിൽ നിന്നല്ല വരുന്നതെന്നും അത് പല ഘടകങ്ങൾ കൂടി ചേർന്നാണ് രൂപപ്പെടുന്നത് എന്നുമുള്ളത് വാസ്തവത്തിൽ ഒരു ചരിത്ര പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് നമുക്ക് സാധ്യമല്ല. അംബേദ്കർ ഇപ്പം ജനാധിപത്യം എന്നുള്ളൊരു ആശയം അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തെ നമ്മൾ രാഷ്ട്രീയ ജനാധിപത്യം മാത്രമായി കാണുന്നതിൽ യാതൊരർത്ഥവുമില്ല. രാഷ്ട്രീയ ജനാധിപത്യം എന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗികമായൊരു ആവിഷ്കാരമാണ്. ജനാധിപത്യം പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ അതൊരു
സൂക്ഷ്മവും അർത്ഥപൂർണവുമായ ഒരു ആവിഷ്കാരമായി തീരുന്നത് ജനാധിപത്യം സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും ചേർന്ന ഒരു തൃത്വ പദ്ധതിയായി തീരുമ്പോഴാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ അസംബ്ലി പ്രസംഗങ്ങളിൽ ഒരിടത്ത് സാമ്പത്തിക സാമൂഹിക ജനാധിപത്യത്തിൻ്റെ അഭാവത്തിൽ രാഷ്ട്രീയ ജനാധിപത്യം ഒരു പേരും പ്രഹസനവുമായി തീരും എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപക്ഷെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഘടകങ്ങൾ ഒന്നിനൊന്ന് ഭിന്നമായിരിക്കെ തന്നെ ഇവ തമ്മിൽ കൂടിക്കലർന്ന നിലയിലല്ലാതെ വാസ്തവത്തിൽ ഒരു ആധുനിക സമൂഹ നിർമ്മിതി സാക്ഷാത്കൃതമാവില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക ജനാധിപത്യം, സാമൂഹിക ജനാധിപത്യം, രാഷ്ട്രീയ ജനാധിപത്യം എന്നിവ ചേർന്ന ഒരു തൃത്വത്തെക്കുറിച്ച് അംബേദ്കർ ഉന്നി പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഓരോ വോട്ടിനും തുല്യ മൂല്യവും ഉണ്ടായിരിക്കെ തന്നെ രാഷ്ട്രീയമായ പൗരാവകാശം കൈവരുന്നു എന്നത് വ്യക്തികളെ തുല്യതയുടെ ലോകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. വ്യക്തികളെ തുല്യതയുടെ ലോകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ സാമൂഹികമായ ഘടകങ്ങൾ, ജാതിബന്ധങ്ങൾ, ജാതി ശ്രേണികൾ, അതിനകത്തുള്ള തുല്യാവകാശങ്ങൾ എന്ന് പറയുന്നതുണ്ട്. സാമ്പത്തികമായ അവസര സമത്വത്തിൻ്റെ തുല്യാവകാശങ്ങളുടെ തലം ഉണ്ട്. സോഷ്യലിസം പ്ലസ് ഡെമോക്രസി എന്നുള്ള അർത്ഥത്തിൽ സോഷ്യൽ ഡെമോക്രസി എന്നുള്ള സങ്കല്പം യൂറോപ്യൻ സന്ദർഭത്തിൽ നിന്ന് വളരെ ഭിന്നമായ രൂപത്തിൽ അംബേദ്കർ ഉപയോഗിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഗമാകട്ടെ ജാതിയാകട്ടെ ചരിത്ര പ്രക്രിയകൾക്ക് അകത്ത് നിലനിൽക്കുന്ന ഒന്നാണെന്നും ചരിത്രബന്ധങ്ങളിലൂടെയാണ് അതിൻ്റെ മൂർത്ത രൂപം കൈവരുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം ഈ രണ്ട് സങ്കല്പനങ്ങളെയും സമീപിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇപ്പോൾ യൂറോപ്പിൻ്റെ അനുഭവത്തെ മുൻനിർത്തി വർഗത്തെ വിശദീകരിച്ച മാർക്സ് വടക്കേ അമേരിക്കയിലെ തൊഴിലാളി വർഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അടിമത്തത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോഴോ അതിൻ്റെ പ്രാഥമിക ഘടകങ്ങളിലൊന്നായിട്ട് വർണ്ണവിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ വടക്കേ അമേരിക്കയിലെ തൊഴിലാളികളുടെ അധ്വാനം, കറുത്ത തൊലിയിൽ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിയിൽ അധ്വാനം വിമോചിതമാകില്ല എന്ന് മാർക്സ് ഒരു സ്ഥലത്ത് നിരീക്ഷിക്കുന്നത് കാണാം. എബ്രഹാം ലിങ്കൺ അയച്ച കത്തിൽ അദ്ദേഹം ഈ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. കറുത്തവരുടെ ആഭ്യന്തര സമരത്തിലെ വിമോചനം എങ്ങനെയാണ് അമേരിക്കയിലെ തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ അടിത്തറയാകുന്നതെന്നും യൂറോപ്യൻ തൊഴിലാളി വർഗത്തെ അതെങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുമൊക്കെ മാർക്സ് നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തെ മുൻനിർത്തി നിർവചിക്കപ്പെട്ട ആത്യന്തികമായ ഒരു ഫിക്സഡ് കാറ്റഗറി ആയിട്ടല്ല ദളിതത്വത്തെ ആയാലും വർഗസങ്കല്പത്തെ ആയാലും കാണേണ്ടത്. നമ്മുടെ മൂർത്തമായ ചരിത്രാനുഭവത്തെ മുൻനിർത്തിയാണ് കാണേണ്ടത്. ആ മൂർത്തമായ ചരിത്രാനുഭവത്തിൽ വർഗചൂഷണത്തിൻ്റെ സുപ്രധാനമായ ഒരു ആവിഷ്കാരമായിട്ട് ജാതി നിലനിൽക്കുന്നുണ്ട്. ജാതി സത്താപരമായൊരു ഘടകമായിട്ടല്ല, വർഗബന്ധങ്ങളുടെ ആവിഷ്കാരം കൂടിയായിട്ടാണ്. അതുകൊണ്ട് ഈ ഓപ്പോസിഷണൽ കാറ്റഗറീസ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ നിലനിർത്തിയിട്ട് ജാതിയാണോ വർഗമാണോ എന്ന് ചോദിക്കുക വഴി വാസ്തവത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗചൂഷണത്തിൻ്റെ, ജാതിബന്ധങ്ങളുടെ മൂർത്തവും സമഗ്രവുമായ പ്രകൃതം നമുക്ക് എവിടെയെങ്കിലും മിസ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്വീകാര്യമായി തോന്നിയ ഒരു വിശദീകരണം ഈ ജാതിയെക്കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭത്തിൽ കൊസാംബി മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ്. കൊസാംബി പറയുന്നത് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗത്തിലൂടെ മിച്ചാധ്വാനത്തെ, മിച്ച മൂല്യത്തെ ചൂഷണം ചെയ്യുന്നതിന് ഉപയുക്തമാകുന്ന മതാത്മകമായ പ്രത്യയശാസ്ത്ര വ്യവസ്ഥയായിട്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ മിച്ചമൂല്യം കവർന്നെടുക്കുക, ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലം മറ്റൊരാൾ കൈയാളിക്കൊണ്ട്, മറ്റൊരു വർഗവിഭാഗം കൈയാളിക്കൊണ്ട് സമൂഹത്തിലെ വർഗവിഭജനത്തെ നിലനിർത്തുക എന്ന ഘടകം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ നിലനിർത്തൽ സാധ്യമാകുന്നത് ജാതിബന്ധങ്ങൾക്കുള്ളിലാണ് എന്ന് കൊസാംബി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ മൂർത്തമായ സന്ദർഭത്തിൽ അദ്ദേഹം ജാതിയെയും വർഗത്തെയും രണ്ടായിട്ട് കാണുകയല്ല, ചേർന്ന് പ്രവർത്തിക്കുന്ന സമൂർത്തമായ ഒരു സംജ്ഞയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അംബേദ്കർ ഈ സാമൂഹിക ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം, രാഷ്ട്രീയ ജനാധിപത്യം ഇവ ചേർന്ന് നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ തൃത്വത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഈ ഊന്നലിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം വർഗഭാഷയിലല്ല സംസാരിച്ചത്, പക്ഷെ അദ്ദേഹം ജാതിയെ നിർവചിക്കുന്ന സമയത്ത് വർഗമെന്ന സങ്കല്പം ഉപയോഗിച്ചിട്ടുണ്ട്. കാസ്റ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്നുള്ളത് അദ്ദേഹം ഉപയോഗിച്ചൊരു കാര്യമാണ്. ആ എൻക്ലോഷർ വരുന്നത് പ്രത്യയശാസ്ത്ര ബന്ധങ്ങൾക്കുള്ളിലാണ്. അതുകൊണ്ട് ഈ വർഗത്തെ കേവലമായൊരു സമ്പദ് വ്യവസ്ഥ, ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. ഇ പി തോംസൺ വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ലാസ് എക്സ്പീരിയൻസും ക്ലാസ് കോൺഷ്യസ്നെസ്സും
മാർക്സും തമ്മിലുള്ള വ്യത്യാസം വളരെ ശക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. മൂർത്താനുഭവമായി തീരുന്ന വർഗം ഉൽപാദന ബന്ധങ്ങൾക്കുള്ളിൽ നിന്ന് മാത്രം വരുന്ന വർഗമല്ല, അതിന് പ്രത്യയശാസ്ത്രപരമായൊരു തലം കൈവരുന്നുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പര വിരുദ്ധ ഗണങ്ങൾ എന്ന നിലക്കല്ല ഇതിനെ കാണേണ്ടത്. ഒപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഹിന്ദുത്വം ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കാൻ ആന്തരികമായ ഏറ്റവും ബലിഷ്ഠമായ അടിസ്ഥാനമുള്ളത് ദളിതത്വം ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിരോധത്തിനാണ് എന്ന കാര്യം കാണേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ് സവർണാധിപത്യത്തിൻ്റെയും സവർണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണ്യത്തിൻ്റെയും ഇന്ത്യൻ ഫാസിസത്തിൻ്റെയും സുപ്രധാനമായ അടിത്തറ. അതുകൊണ്ട് തന്നെ അതിനെതിരായ സമരത്തിൽ ദളിതത്വം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാറ്റഗറിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. സമയപരിമിതി കൊണ്ട് കൂടിയാണ് ഇടപെടുന്നത്. ഇനി നമുക്ക് രണ്ടാം റൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ ശീർഷകത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നതുകൊണ്ടുകൂടി തന്നെ വിശാലാർത്ഥത്തിലല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് അതിലേക്ക് കൂടി വരേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോജ് മാഷിനോട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, ഒരു ആർഗ്യുമെൻ്റ് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ദേശീയമായും ഒരു ഉദാഹരണവും പ്രാദേശികമായിട്ടുള്ളൊരു ഉദാഹരണവും പറയാമെന്ന് കരുതുന്നു. ദേശീയമായി ഇന്ത്യൻ സമൂഹം ജാതിയുടെ സാധ്യത ഉപയോഗിച്ചപ്പോഴും ജാതിയെ ഒരു സാമൂഹികമായ ഒരു വിശകലനമായി മുന്നോട്ട് വെച്ച അംബേദ്കറെയോ അത്തരത്തിലുള്ള കീഴാള സമൂഹങ്ങളെയോ ഇന്ത്യൻ പാർലമെൻ്ററി അധികാര രൂപത്തിലേക്ക് പ്രവേശിപ്പിച്ചില്ല. അതേസമയത്ത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക ചരിത്രത്തിൽ ഇതേപോലെ തന്നെ പാർലമെൻ്ററി അധികാര സാധ്യതയിലൂടെ മുന്നോട്ട് പോയ ജനാധിപത്യ പദ്ധതികൾ റിസർവേഷൻ എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറിയിൽ മാത്രം ദലിതരെ കാണുകയും മുസ്ലിം പോലുള്ള സമൂഹങ്ങൾ മറ്റ് ചില വഴികൾ കൂടി തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചതിനാൽ അവർക്ക് ഒരു പരിധിവരെ കേരളത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയുമാണ് ചെയ്തത്. 3 ഘട്ടങ്ങളിൽ ദലിത് മുന്നേറ്റങ്ങളെ പല രൂപത്തിൽ പിന്നോട്ടടിച്ചതിൻ്റെ ചരിത്രമാണ് കേരളത്തിലുള്ളത്. കല്ലറ സുകുമാരൻ എന്ന നേതാവിൻ്റെ മുൻകൈയിൽ രൂപം കൊണ്ട 5 ലക്ഷത്തോളം അണികളുണ്ടായിരുന്ന പ്രസ്ഥാനത്തെ കേരളത്തിലെ ഒരു മുന്നണികളും അതിൻ്റെ ഭാഗമാക്കിയില്ല. പകരം ഒരാൾ പോലും ഇല്ലാത്ത വ്യക്തികളെ വരെ നിയമസഭയിൽ അംഗത്വം കൊടുക്കുകയും നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് കുറേ കാലഘട്ടത്തിന് ശേഷം സി കെ ജാനുവിൻ്റെയും മറ്റും മുൻകൈയിൽ രൂപം കൊണ്ട ഗോത്രമഹാസഭയും ദലിത് ആദിവാസി സമിതിയുമാണ് അതിനുശേഷം കേരളത്തിൻ്റെ പൊതുധാരയിലൊരു ശബ്ദമായി വന്നത്. ആ ഒരു ശബ്ദത്തെയും കേരളത്തിൻ്റെ പാർലമെൻ്ററി വ്യവഹാരം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഭീതിതമാവണ്ണം അവർക്ക് കടുത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് ചരിത്രത്തിൽ പിന്മാറേണ്ടി വരികയുമാണ് ചെയ്തത്. സമകാല ഘട്ടമാണ് ഒരുപക്ഷെ മൂന്നാമതേതായി വന്നിരിക്കുന്ന ഒരു ഘട്ടം. ആ സമകാല ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഒരുപക്ഷെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ദേശീയമായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ അംബേദ്കർ മുന്നോട്ട് വച്ച സംവാദത്തെ വിവിധ രൂപത്തിൽ വിയോജിപ്പുണ്ടായിരുന്നപ്പോഴും അതിനെ കേൾക്കുവാൻ തയ്യാറായത് ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയും അംബേദ്കറും ഒരുപക്ഷെ ദീർഘകാലം അകന്നു നിന്നുവെങ്കിലും സമകാലഘട്ടത്തിൽ അവർ വളരെയധികം അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദേശീയമായി ഇവയെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇന്ത്യൻ മാർക്സിസം ആ അർത്ഥത്തിൽ പരിഷ്കരിക്കാനും പരിവർത്തനത്തിന് തയ്യാറാകുവാനും സന്നദ്ധമാവുകയാണെങ്കിൽ പുതിയ ഒരു മാർക്സിനും പുതിയ ഒരു ഗാന്ധിക്കും പുതിയ ഒരു അംബേദ്കറിനും ഒരുപക്ഷെ രാഷ്ട്രത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശുഭാപ്തിപരമായ ഒരു വിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. ശ്രീജിത്തിന് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണെന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് മറ്റൊരു നിലയിൽ കൂടി പറയാൻ കഴിയുമെന്ന് കരുതി. തീർച്ചയായും മനോജ് മാഷ് അവസാനിപ്പിച്ചെടുത്ത് ഇന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും അത്തരമൊരു യോജിപ്പിൻ്റെ പാത, പുതിയ അന്വേഷണങ്ങൾ തീർച്ചയായും നടക്കേണ്ട ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിൻ്റെ ചില പരിമിതികൾ കൂടി, അതിനെ തടസ്സപ്പെടുത്തുന്ന സൈദ്ധാന്തികവും രാഷ്ട്രീയവുമായ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷങ്ങളിലൊന്ന്, ഞാൻ കുറച്ചുകൂടി
നമ്മൾ വസ്തുനിഷ്ഠമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷങ്ങളിലൊന്ന് ഗോണ്ടുകളും ലംബാഡുകളും തമ്മിൽ നടക്കുന്ന സംഘർഷമാണ്. 16 പേരാണ് ആ സംഘർഷത്തിൽ മരണപ്പെട്ടത്. 2 ഗ്രൂപ്പുകളും ആദിവാസി വിഭാഗങ്ങളാണ്. അതിൽ ലംബാഡുകളെ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോണ്ട് വിഭാഗം ഇപ്പോൾ സമരം ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ മറ്റ് 2 ദളിത് വിഭാഗങ്ങളായിട്ടുള്ള മാലകളും മതികകളും തമ്മിലുള്ള സംഘർഷവും സ്വാഭാവികമാണ്. ഇനി ഞാൻ പറയുന്നത് ജാതി എന്നത് അല്ലെങ്കിൽ ഈവൻ ദളിതത്വം എന്നത് ഏകദാനമായ ഒരു സംജ്ഞയല്ല. അതിനകത്ത് നിരവധിയായ ഉൾപ്പിരിവുകളും അതിനകത്തുള്ള കവലകളും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള മാറ്റങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ അടിസ്ഥാനപരമായി ഈ പറയുന്ന സംഘർഷത്തിൽ ഏർപ്പെടുന്ന ട്രൈബൽ ഗ്രൂപ്പുകൾ പോലും അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് ഈ നിയോ ലിബറൽ സാമ്പത്തിക വ്യവസ്ഥക്കകത്ത് തൊഴിലാളികൾ എന്ന രീതിയിലാണ്. ഇന്ത്യയിലെ ദളിതരിൽ മഹാഭൂരിപക്ഷവും ദരിദ്രരായ ജനവിഭാഗമാണ്. പക്ഷേ ഇന്ത്യയിലെ ദരിദ്രരിൽ എല്ലാവരും ദളിതരല്ല എന്ന ഒരു വസ്തുത കൂടി നാം കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ നടന്ന ഈ തരത്തിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾ കൂടി ഇന്ത്യയിൽ സാധ്യമാകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാർക്സിസത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് പലപ്പോഴും തെറ്റായ രീതിയിലെങ്കിലും ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം, അതൊരു യൂറോപ്യൻ എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് യൂറോപ്പിലുണ്ടായ ഒന്നായതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യൻ സാഹചര്യത്തെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ പറയാറുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഓരോ സാമൂഹ്യ സാഹചര്യത്തിലും ചൂഷണം നിലനിൽക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, പണ്ട് ഇവർ പറഞ്ഞതുപോലെ, ഗായത്രി സ്പിവാക്ക് പറഞ്ഞതുപോലെ, നിങ്ങൾ എല്ലാ ഗ്രാൻഡ് നറേറ്റീവുകളും തെറ്റാണെന്ന് പറഞ്ഞാലും ചൂഷണം എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് നറേറ്റീവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചൂഷണം സാധ്യമാകുന്നത് ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്താണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓരോ സമയത്തും പല രീതിയിലുള്ള ചൂഷണങ്ങളായിരിക്കാം ഉയർന്നു വരുന്നത്. എൻസംബിൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ ചില സമയത്ത് ജെൻഡർ ബേസിലുള്ള ചൂഷണമായിരിക്കാം ഉയർന്നു നിൽക്കുന്നത്. ചില സമയത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ജാതിപരമായ ചൂഷണ വ്യവസ്ഥയായിരിക്കാം ഉയർന്നു നിൽക്കുന്നത്. ചില സമയത്ത് അത് മറ്റു തരത്തിലുള്ളതായിരിക്കാം. പക്ഷേ ഈ ചൂഷണങ്ങൾ സകലമാന ചൂഷണങ്ങളും നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുണ്ട് എന്നും ആ സാമൂഹിക വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്താണ് എന്നും എന്ത് താല്പര്യമാണ് എന്നുമുള്ള അന്വേഷണത്തിൽ നിന്ന് വേണം നമ്മൾ ഈ ചൂഷണത്തെ എതിർക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ സമകാലികമായി നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥയാണെന്നും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കൂടി ഈ തരണത്തിൽ നടക്കേണ്ടതുണ്ട് എന്നും കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, പലപ്പോഴും തെറ്റായി പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. ജാതി പ്രശ്നത്തെ അഡ്രസ് ചെയ്തില്ല എന്നുള്ളത്. 936 ഞാൻ ഇതിനെക്കുറിച്ചൊരു ചെറിയ പഠനം നടത്താൻ ശ്രമിച്ചപ്പോൾ 936 മുതൽ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ കീഴാവെൺമണി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം ദളിതർ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കീഴാവെൺമണിയിൽ നടന്നിട്ടുള്ള 50ാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആചരിച്ചത്. കീഴാവെൺമണി ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധിയായ സമരങ്ങളുണ്ട്. ആ സമരങ്ങളുടെ കൂടി കാർഷിക സമരങ്ങൾ കൂടിയായാണ് അത് വികസിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഇടതുപക്ഷത്തിനെതിരെയുള്ള ഈ വിമർശനങ്ങളെ വികസിപ്പിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സമയമെടുക്കുന്നില്ല, അത്രയും പെട്ടെന്ന്. അധിക സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കടക്കുവാണ്. അതായത് രോഹിത് വെമുലയുടെ മരണം ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. അംബേദ്കർ കണ്ട ജാതിയല്ല ഇന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന് ജാതിയുടെ രൂപങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ഇദ്ദേഹം ശ്രീജിത്ത് പറഞ്ഞ പോലെ ദളിതർ മുഴുവൻ ദരിദ്രരല്ല, അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ളവർ മുഴുവൻ ദളിതരല്ല ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുന്നു. അതിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതിൽ ഈ പിന്നോക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ട്. ഈ പിന്നോക്കം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണോ? ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ജീവകാരുണ്യ പ്രവർത്തനമല്ല സംവരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഒറ്റ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിയറി ബോർഡിയുടെ തിയറി അനുസരിച്ച് 4 തരം ക്യാപിറ്റലുകളാണ് ഉള്ളത്. സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ, സിംബോളിക് ആയിട്ടുള്ള ഈ ക്യാപിറ്റലുകളെ അബ്സോർബ് ചെയ്യാൻ ഇവിടുത്തെ മുന്നോക്കക്കാർക്ക് എല്ലാ കാലത്തും കഴിഞ്ഞതുകൊണ്ടാണ് ഈ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ 29% റിസർവേഷൻ പങ്കുപറ്റാത്ത അവരെ ഈ 71%
ശതമാനമുള്ള റിസർവേഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സംവരണീയരായിട്ടുള്ളവർ അവരുടെ ആധിപത്യത്തിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ താഴെ നിൽക്കേണ്ടി വരുന്നത്. ഇത് ജീവകാരുണ്യ പ്രവർത്തനമല്ല എന്നുള്ളത് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതായത് നേരത്തെ പറഞ്ഞ സോഷ്യലും പൊളിറ്റിക്കലും കൾച്ചറലും സിംബോളിക്കും ആയിട്ടുള്ള ഈ ക്യാപിറ്റലുകൾ ഉള്ളവർക്ക് ഏത് ക്യാപിറ്റലുകളെയും ഫിനാൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇവിടുത്തെ ഇക്കണോമിസ്റ്റുകൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇക്കണോമിക്സ് എന്നുള്ളത് നമ്മൾ വേറൊരു തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ഡോക്ടർ BR അംബേദ്കർ വളരെ വ്യക്തമായി ഇന്ത്യൻ റുപ്പീസ് ഓഫ് സൊല്യൂഷൻ എന്നുള്ള ബുക്കിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയും ഇനിയും ഞാൻ വിചാരിക്കുന്നത് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ തലമുറ വളരെ വളരെ ജാഗ്രതയോടുകൂടി, വളരെ രാഷ്ട്രീയ ജാഗ്രതയോടു കൂടി തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കാണുന്നത്, ഇന്ത്യയുടെ ഭാവിയെ കാണുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത പോലെ ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാവണമെന്ന്, ജനാധിപത്യം അതിൻ്റെ ആശാസ്യകരമായ വഴിയിലൂടെ നടക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഓഡിയൻസിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. 5 മിനിറ്റ് കൊണ്ട് സുനിൽ മാഷ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കരുതുന്നു. ഞാൻ മുഖ്യമായിട്ടും കരുതുന്നത് ദളിത് രാഷ്ട്രീയത്തിൻ്റെ ജ്ഞാനശാസ്ത്രപരമായ അടിസ്ഥാനം, സാമൂഹിക വിശകലന സങ്കല്പനങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയ കാര്യപരിപാടി, ഇതും വർഗരാഷ്ട്രീയത്തിൻ്റെ ജ്ഞാനശാസ്ത്രപരവും പ്രയോഗപരവുമായ അടിസ്ഥാനങ്ങളെയും 100% തമ്മിൽ ഇണക്കിക്കൊണ്ടോ രണ്ടും ഒന്നാണെന്ന് വാദിച്ചുകൊണ്ടോ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. രണ്ടും ഭിന്നമായ ഊന്നലുകളുള്ളതാണ്. ഭിന്നമായ ഊന്നലുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം അവ അപരിഹാര്യമായ വിധത്തിൽ പരസ്പര വിരുദ്ധങ്ങളാണ് എന്നല്ല. അത് നമുക്ക് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഭിന്നങ്ങളായ സാമൂഹിക മർദ്ദന അനുഭവങ്ങളുണ്ടെങ്കിൽ ആ ഭിന്നാനുഭവങ്ങളെ വിശദീകരിക്കാൻ നാം ആശ്രയിക്കുന്ന സങ്കല്പനോപാധികൾ, വിശകലന സമീപനങ്ങൾ, അതിനെ മുൻനിർത്തി ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ പ്രതികരണ പ്രായോഗിക പദ്ധതികൾ, ഇവ തമ്മിൽ 100% സൈദ്ധാന്തികമായ പൊരുത്തമുണ്ടാക്കുക എന്നുള്ളത് മുഖ്യമായൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. സിദ്ധാന്തങ്ങളിലെ 100% കൃത്യതയിലാണ് രാഷ്ട്രീയമായ ഭദ്രത ഇരിക്കുന്നത് എന്നല്ല ഞാൻ കരുതുന്നത്. മൂർത്തമായ ചരിത്രാവസ്ഥയെ അഭിസംബോധന ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്കിടയിലുള്ള സൈദ്ധാന്തികമായ ഊന്നലുകളിലെ ഭിന്നതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സവിശേഷ സന്ദർഭത്തോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ നാം ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ആത്മരീതിക്കപ്പുറം, താർക്കിക ഭദ്രതയെക്കുറിച്ചുള്ള നമ്മുടെ ആത്മരീതിക്കപ്പുറം വേറെ ഫലമൊന്നും ഉളവാക്കാത്തതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. അതുകൊണ്ട് ഭിന്നതകളെ മാനിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഭിന്നതകൾ നിലനിൽക്കുന്നുവെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭിന്നതകൾ നിലനിൽക്കെ തന്നെ ദളിതത്വവും അതുയർത്തുന്ന രാഷ്ട്രീയ ബോധ്യങ്ങളും ഇന്ത്യയിലെ വർഗരാഷ്ട്രീയത്തെ ഉന്നുന്ന സമീക്ഷകൾക്കും ചേർന്ന് നിന്ന് ഇന്ന് നിർണായകമായി പടവരുതേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ സൈദ്ധാന്തിക തലത്തിലുള്ള ജ്ഞാനശാസ്ത്രപരമായ സൂക്ഷ്മ ഭിന്നതകളെ പ്രധാനപ്പെട്ട ഒരു തടസ്സമായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അടിസ്ഥാനം. ഗ്രാംഷിയുടെ ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സൈദ്ധാന്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാം, സൈദ്ധാന്തിക ഭിന്നതകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു കാര്യമാണ്. കാരണം സൈദ്ധാന്തിക പ്രശ്നങ്ങൾക്ക് ചരിത്രത്തിൽ ഭൗതികമായ വേരുകളുണ്ട്. ആ വേരുകൾ നിലനിൽക്കുകയും സിദ്ധാന്ത തലത്തിൽ നിങ്ങൾ സിദ്ധാന്തപരമായി പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നത് അതിഭൗതികമായ ഒരു ഊന്നലാണ്. വൈരുദ്ധ്യം പരിഹരിക്കപ്പെടേണ്ടത് സിദ്ധാന്തം ചർച്ച ചെയ്ത് പ്രമേയം പാസ്സാക്കിയിട്ടല്ല, ഒരുമിച്ച് സമരം ചെയ്തിട്ടാണ്. പാനലിസ്റ്റുകളിൽ മാത്രം അഭിപ്രായങ്ങൾ കൊണ്ട് ഈ ചർച്ച അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് നമുക്ക് ഓഡിയൻസിൻ്റെ കമൻറ്റുകൾക്കും ചില വിശദീകരണങ്ങൾ ആ പാനലിസ്റ്റുകളിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അതിനുമായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. വളരെ പ്രിസൈസായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ആശയങ്ങൾ അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്ക് സുനിൽ മാഷിനോടാണ് പറയാനുള്ളത്. ഒന്നാമത് മാഷ് സംസാരിക്കുന്ന ഭാഷ തന്നെ നോക്കൂ, സംസ്കൃതം പോലെയുള്ള മലയാളമാണ്.
ഹിസ്റ്റോറിസൈസ് ഓൾവേസ് ഹിസ്റ്റോറിസൈസ് മാർക്സിസ്റ്റുകൾ പറഞ്ഞിട്ട് ഇത് എന്താ പറയുക, നമ്മളെപ്പോലെയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ചരിത്രം അന്വേഷിക്കും, അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അനീതികൾ ഉണ്ടായിട്ടുണ്ട്, നീതി കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് നിങ്ങൾ പറയുന്ന അതായത് വർഗവും ജാതിയൊക്കെ ചില സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്, ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നിങ്ങളതിനെ എന്താ പറയുക ഇവിടെ ഇരുന്നിട്ട് മാർക്സിസത്തിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്, ജാതിൻ്റെ ഡിസ്കോഴ്സിലേക്ക് കടക്കുന്നില്ല. ഞാനിത് മുഴുവൻ നിന്നിട്ട് കേൾക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഭാഷയിലുള്ള കള്ളത്തരം നോക്കൂ, അതന്നെയാണ് പ്രിവിലേജ്, അതന്നെയാണ് ഇത്രയും കാലം ആർക്കും കിട്ടാതെ പോയ കാര്യം. എന്നിട്ട് ഈ എന്താ പറയുക സംസ്കൃതം പോലെയുള്ള മലയാളത്തിൽ സിദ്ധാന്തം വെച്ച് സംസാരിച്ചിട്ട് ഏജൻസി എന്ന് പറയുന്ന ഒരു സാധനമല്ല മാഷെ. അല്ല, വിഷയത്തിലേക്ക് തന്നെ വരുന്നത് ചേട്ടാ, നമ്മളെ പറയാൻ വേണ്ടിട്ടല്ലേ ഇരിക്കുന്നത്, വിഷയത്തിലേക്ക് തന്നെ വരുന്നത്. അതായത് കേരളത്തിലെ ദളിതര് വർഗ എന്താ പറയാ നിർദ്ധാരണം കൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്ട് ഇത് ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നിരന്ന് നിന്നിട്ട് ഡിഫൻസ് എടുക്കുന്ന പരിപാടി അതെന്ത് ജനാധിപത്യ ചർച്ചയാണ്? ജാതിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ, എവിടെയാണ് ഇത് ഫെയിൽ ആയതെന്ന് പറയൂ. ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരൊന്നുമല്ലല്ലോ. മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഇടപെടുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഒന്നാമത് ഞാനൊരു മാർക്സിസ്റ്റാണ് എന്ന കാര്യം ഞാൻ എവിടെയും മറച്ചു വെച്ചിട്ടില്ല. ഞാൻ മാർക്സിസ്റ്റായിട്ടാണ് ജീവിക്കുന്നത്, മാർക്സിസത്തെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ക്ഷണിക്കുന്ന ആളുകൾക്കും എന്നോട് സംവദിക്കാൻ തുടങ്ങുന്ന ആളുകൾക്കും ഒക്കെ ഞാൻ മാർക്സിസ്റ്റ് നിലപാട് കൈവിട്ട് വർഗരാഷ്ട്രീയവും കൈവിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ യുക്തിയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്. അല്ലാതെ ഓരോ വേദിക്കും അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ കയ്യടിക്കൊത്ത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ബോധ്യങ്ങൾ ഞാൻ സംശയരഹിതമായും മാർക്സിസ്റ്റാണ്. മാർക്സിസത്തിൻ്റെ വിശകലന രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. മാർക്സിസത്തിൻ്റെ സംവർഗങ്ങളെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള മൂർത്ത യാഥാർത്ഥ്യത്തിൽ ജാതി എന്ന ഘടകമുണ്ട് എന്നതുകൊണ്ട് മാർക്സിസത്തിൻ്റെ സമീക്ഷയ്ക്കകത്ത് നിന്ന് അതിനോട് സംസാരിക്കാൻ കഴിയുമോ, സംവദിക്കാൻ കഴിയുമോ എന്ന് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പരിശ്രമിച്ചു നോക്കുന്നു. അത് വിജയകരമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഞാനത് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. നിശ്ചയമായിട്ടും ധാരാളം വിയോജിപ്പുകൾ ഉണ്ടാവും. ഞാൻ കരുതുന്നത് ജനാധിപത്യം നമുക്ക് പരസ്പരം വിയോജിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു സാധ്യത കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഭാഷയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളൊക്കെ ഓരോ ചരിത്ര സന്ദർഭങ്ങളിൽ ഓരോ പശ്ചാത്തലങ്ങളിൽ വളർന്നു വരുന്നു. ഞാനൊരു മലയാള അധ്യാപകനായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആർജിച്ച ഭാഷയുടെയും എൻ്റെ ജീവിത പരിശീലനത്തിൻ്റെയും ഒരു ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഇപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ സന്ദർഭങ്ങളിൽ നിന്ന് സംസാരിക്കുന്നു. അതിനെ നമ്മളൊരു വലിയ കുറ്റാരോപണമാക്കുന്നത് വാസ്തവത്തിൽ സാമൂഹികമായ ഒരു പരസ്പര വിനിമയത്തെ ദുർബലപ്പെടുത്തുകയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ആരോഗ്യപരമായിട്ട് തന്നെ പറയുന്നത്. അതെന്താണത്? നിങ്ങൾ ജനാധിപത്യം പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ മറുപടി പറയണ്ടേ? അവിടെ ഇരിക്കുന്ന സാദി അങ്കമാലിനെ നമ്മളെയൊക്കെ ഡോമിനേറ്റ് ചെയ്യാനുള്ള വൊക്കാബുലറി ഉണ്ടെങ്കിൽ, ഞാൻ മലയാളം സാഹിത്യം പഠിച്ച ആളാ, വൊക്കാബുലറി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രിവിലേജ്, ജാതിന്റെ പ്രിവിലേജ്, സാമുദായിക പ്രിവിലേജ്. നിങ്ങൾ ഭയങ്കര ഈ ഉദാരത ഉണ്ടല്ലോ, അത് പ്രിവിലേജിന്റെ ഉദാരതയാ. മറ്റുള്ള ആളുകൾക്ക് കൂടി സംവാദത്തിൽ ഏർപ്പെടേണ്ടത് എന്നുള്ളതുകൊണ്ട് നിശ്ചയമായിട്ടും മൈക്ക് മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഇടപെടുന്നതാണ്. ഒരാൾക്ക് മാത്രം സംസാരിച്ച പോരല്ലോ. ഹലോ, അല്ല, ഈ മാനേജ്മെന്റ് ഇതിൽ പഠിക്കുമ്പോൾ SWOT എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. സോറി, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മാനേജ്മെന്റിൽ പഠിപ്പിക്കുമ്പോൾ ഈ SWOT എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്. അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഇന്ന് ലോകത്തെമ്പാടും ഇന്നിപ്പോൾ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന നിലക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യയിലും തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ കുറഞ്ഞ ത്രെറ്റ്സും ഉണ്ട്. ഇന്ന് ഈ പാനലിൽ സംസാരിച്ചവരെല്ലാവരും തന്നെ കൂടുതലായിട്ട് സംസാരിച്ചതും ത്രെറ്റ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ പിന്നെ ഇത് വീക്ക്നെസ്സസിനെ പറ്റിയിട്ടുമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് മൂവ് ചെയ്യാത്തത്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഞാൻ കേട്ടത് മുഴുവൻ ചോദിച്ചത് തന്നെയാണ് കേട്ടത്. ഇപ്പോഴും നമ്മൾ അംബേദ്കറിലും അയ്യങ്കാളിയിലും അവിടെ നിൽക്കുകയാണ്. വൈ വി ആർ നോട്ട് മൂവിങ് അഹെഡ്? അതിനെപ്പറ്റി ഇവിടെ ഒരു വിധത്തിലുള്ള ഇപ്പോൾ ഇവർ പറഞ്ഞതും ഏകദേശം അത് തന്നെയാണ്. അതിനെ പറ്റിയിട്ട് യാതൊരു ഇതും തന്നെ വന്നില്ല എന്നുള്ളതാണ്. നമുക്ക്
അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് വീക്ക്നെസ്സിലും അതേപോലെയുള്ള കീഴടരുകളിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, അംബേദ്കറിലും അയ്യങ്കാളിയിലും തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. അംബേദ്കറെ എന്ന് തുടങ്ങിയാണ് ഇന്ത്യക്കാർ അറിഞ്ഞു തുടങ്ങിയത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 1990, അതായത് 1927 മനുസ്മൃതി കത്തിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വാഗ്ദാനം ചെയ്ത ആളെ അറിയുന്നത് 1990 ഭാരതരത്നം എടുത്തുകൊടുത്ത് അപ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ അറിയുന്നത്. അപ്പോൾ 10-20 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ ആയിട്ടുള്ളൂ അംബേദ്കർ നമ്മൾ അറിയാൻ തുടങ്ങിയിട്ട്. അംബേദ്കർ എന്നുള്ള പേരും ഫോട്ടോ മാത്രം, അതുകൂടി നമ്മൾ ഓർക്കണം. അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയെ മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാടുണ്ട് സർ. അതായത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്ര ഇപ്പം എനിക്ക് പറയാനുള്ളൂ. ഞാൻ മാഡത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാഡം, എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ദളിത് എന്ന പേരിൻ്റെ ഒരു സംശയമാണ്. അതായത് ദളിത് എന്ന പേരിൽ തന്നെ ഡിവൈഡഡ് അല്ലെങ്കിൽ സ്കാറ്റേഡ് എന്നൊരു അർത്ഥമാണ്, ചിതറിക്കപ്പെട്ടവരെന്നുള്ള അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ജനതയെ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നതോടുകൂടി അവർ കൂടുതൽ ആ ഒരു ചിതറിക്കപ്പെട്ടവരും വിഭജിക്കപ്പെട്ടവരും എന്നൊരു ഒരു ഓറ വരികയാണ്. അതേസമയം ഗാന്ധിജി ഉപയോഗിച്ച പോലെ ഹരിജൻ എന്നൊരു വാക്ക് ഒരു അപ്ലിഫ്റ്റ് ചെയ്യുന്ന വാക്കാണ് ഇന്ന്. പക്ഷേ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചെവി പൊത്തുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വാക്ക് കണ്ടെത്തുന്നതിൻ്റെ ഒരു സാങ്കത്യം, അതിനെക്കുറിച്ചും ചിന്തിച്ചുകൂടെ? അത് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഇത് ചോദിക്കുന്നത്, അതിനൊരു സംശയത്തോടു കൂടി മാത്രമാണ് ചോദിക്കുന്നത്. താങ്കൾ ഏത് കാസ്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. താങ്കളെ ഞാൻ ഹരിജൻ എന്ന് വിളിച്ച താങ്കൾ അംഗീകരിക്കുമോ? അതായത് ഹരിജൻ എന്നുള്ളത് നരസിംഹ മേത്ത ക്ഷേത്രങ്ങളിൽ ദേവദാസികൾക്ക് പുറന്ന അച്ഛനില്ലാത്ത പിള്ളേർക്ക് ഇട്ടുകൊടുത്ത പേരാണ് ഹരിജൻ. അത് ഇവിടുത്തെ ദളിതർക്ക് വേണ്ടെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. 1970 മഹാരാഷ്ട്രയിലുള്ള ദളിത് പ്രസ്ഥാനങ്ങളാണ് അത് തീരുമാനിച്ചത്. അത് ഇനിയും തുടർന്നുകൊണ്ട് പോവാൻ തന്നെയാണ് തീരുമാനം. പിന്നെ ദളിത് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ കളക്റ്റീവാണ്. നിലവിലുള്ള പട്ടികവർഗക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരും ദളിത് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. വായനയും എഴുത്തിനെയും ടൂളാക്കിക്കൊണ്ട് ഇന്ത്യൻ സാമൂഹിക അവസ്ഥയെ, ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയെ, ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും അതിന് പരിഹാരങ്ങൾ കണ്ടെത്താനും അതിനെ വിമർശിക്കാനുമുള്ള ഒരു ടൂളാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം എഴുത്തുകാർ മാത്രമാണ്. ഇപ്പോഴും ദളിതർ എന്ന് പറയുന്നത് ചിതറി തന്നെയാണ് കിടക്കുന്നത്. ഞാനോ MP മനോജോ ഇവിടുത്തെ KS മാധവനോ അല്ലെങ്കിൽ KK ബാബുരാജോ കൊച്ചേട്ടനോ സണ്ണിയം കവിക്കാടോ രേഖാരാജോ ഇങ്ങനെ 3-4 പേര് ഒരുമിച്ച് നിന്നതുകൊണ്ട് ദളിതർ ചിതറിയിട്ടില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീജിത്തിനോടാണ്. ഹലോ, നിങ്ങളോടാണ്. അതായത് നിങ്ങൾ പറയുന്നത് സാമൂഹിക വ്യവസ്ഥിതിയിലാണ് ഈ ജാതീയത നിലനിൽക്കുന്നതും ചൂഷണം നിലനിൽക്കുന്നതും പറയും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത് മനുസ്മൃതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണമാണ്. RSSന്റെ ഭരണമാണ് നിലനിൽക്കുന്നത്. അതായത് പരിപൂർണമായിട്ട് മത അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ദളിതുകൾ. ഈ ദളിതുകളോട് ഒരു മത ഭരണകൂടത്തിന് കീഴിൽ സംഘടിക്കരുത്, ഒറ്റയ്ക്ക് നിൽക്കരുത് അങ്ങനെയൊക്കെ പറയുന്നത് എത്ര വലിയ അപകടമാണ്. കാരണം ഒരു മതമാണ് ഈ രാജ്യത്ത് നിയന്ത്രിക്കുന്നത്. ആ മതത്തിൻ്റെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് ഇവിടുത്തെ ദളിതരാണ്. അവരോടാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകാണ്ട് പൊരുതരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയരുത്, വർഗ്ഗപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ജാതീയമായി കാര്യങ്ങൾ പറയരുത്. ജാതീയമായി എല്ലാ ചൂഷണങ്ങളും അനുഭവിക്കുന്നവരോട് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ജാതീയമായി പറയരുതെന്ന്? എൻ്റെ കാര്യങ്ങൾ എനിക്കാണ് അറിയുക. അതുപോലെ തന്നെ ജാതീയമായി എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ദളിതർക്കാണ് അവരുടെ കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുക. അവർക്കാണ് അത് പറയേണ്ടതും. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഒന്നാമത്തെ പ്രശ്നം, ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹിക അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്നത് മനുസ്മൃതിയെ മാത്രം അടയാളപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അഭിപ്രായങ്ങൾ വിയോജിപ്പുകൾ ഉണ്ടാവാം. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് കൃത്യമായ ന്യൂ ലിബറൽ ക്യാപിറ്റലിൻ്റെ കൂടി ഭരണമാണ്. ആ ന്യൂ ലിബറൽ ക്യാപിറ്റലിന് എപ്പോൾ ഹിന്ദുത്വം ആവശ്യമില്ലാതായി വരുമോ അപ്പോൾ അതിനെ പിന്തുണരാനുള്ള ശേഷിയും ഉണ്ട് എന്നത് വസ്തുതയെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥയെ കൂടിയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പ്രശ്നം താങ്കൾ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ജീവിതാനുഭവത്തിൻ്റെ ലൈഫ് ലിവ്ഡ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ എന്നുള്ളതാണ്. തീർച്ചയായും എനിക്ക് എൻ്റേതായിട്ടുള്ള ലിവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് വെച്ച് നിങ്ങൾക്കൊരു സൊസൈറ്റിയെ ട്രാൻസെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ പ്രശ്നം അതാണ്.
എനിക്കൊരു ജീവിതാനുഭവമുണ്ട്. പക്ഷെ ആ ജീവിതാനുഭവം കൊണ്ട്, തിക്തമായൊരു ജീവിതാനുഭവം കൊണ്ട് എനിക്ക് ആ ജീവിതാനുഭവം ഉണ്ടാക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ മുറിച്ച് കടക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അത് മുറിച്ച് കടക്കണമെങ്കിൽ ആ ജീവിതാനുഭവം ഒരറിവായി മാറുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സംഘടിക്കുകയും ആ സംഘാടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയെ മാറ്റുകയും ചെയ്യുമ്പോഴാണ് നടക്കുക എന്ന് വിനീതമായി തോന്നുന്നു. സർ, ശ്രീധർ സാറിനോടാണ്. സർ, ഒരു കാര്യം സാർ പറഞ്ഞു, ദളിതരുടെ എല്ലാവരും ദളിതർ ദരിദ്രരാണ്, പക്ഷേ എല്ലാ ദരിദ്രരും ദളിതരല്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ദളിതരല്ലാത്തവരുടെ ദാരിദ്ര്യവും ദളിതരാകുന്നവരുടെ ദാരിദ്ര്യവും നമുക്ക് ഒരേ മാനദണ്ഡത്തിൽ അളക്കാൻ കഴിയുമോ എന്നൊരു കാര്യം സംശയമാണ്. കാരണം പാലക്കാടെയും മറ്റും ചാളകളിൽ താമസിക്കുന്ന ദളിത് വിഭാഗത്തിലെ ആളുകൾ പാറമടയിൽ പോകുന്നതൊന്നും ഒരു ന്യൂസായി നമ്മുടെ മാധ്യമങ്ങൾ വരാറില്ല. നേരെ മറിച്ച് ഏതെങ്കിലും നമ്പൂതിരി കുടുംബത്തിലോ ക്ഷത്രിയ കുടുംബത്തിലോ പാറമടയിൽ പോയി കഴിഞ്ഞാൽ ആ ദാരിദ്ര്യം ഇവിടെ വളരെ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരേ സമയം ദളിതരുടെ ദാരിദ്ര്യം പോലെ തന്നെയല്ല സവർണരുടെ ദാരിദ്ര്യം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിന് ഈ സൈദ്ധാന്തിക തലത്തിൽ ദളിതരെ പ്രത്യേകമായി കാണുകയും അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു സൈദ്ധാന്തിക രൂപീകരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. തീർച്ചയായും ജാതിയെക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണങ്ങൾ കഴിഞ്ഞ 19 വർഷമായി നടത്തുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അതിൻ്റെ അകത്ത് നിരവധിയായ പ്രത്യയശാസ്ത്ര തർക്കങ്ങളും അടിസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ കണക്ക് പറയും, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും നമ്മൾ വേറൊരു രീതിയിൽ ഇങ്ങനെ വർഗം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല. വർഗം മാത്രമേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധകരമായ നിലപാടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു മാർക്സിസ്റ്റുകാർക്ക് പറയാൻ കഴിയില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അതിരൂക്ഷമായ പോവർട്ടി എന്ന് പറയുന്ന ഒരു പ്രശ്നം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ല എന്നൊക്കെ നമ്മളങ്ങോട്ട് പറയുമ്പോഴേ ദാരിദ്ര്യം എന്തോ മോശപ്പെട്ട കാര്യമാണ്, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന രീതിയിലാണ് ഞാനൊരു കണക്ക് പറയുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫാം നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ശരാശരി കൂലിപ്പണിക്കാരൻ ഇന്ത്യയിലെ ഒരു ശരാശരി എൻ്റർപ്രന്യൂവർ നേടുന്ന ഒരു വർഷത്തെ ശമ്പളം കിട്ടാൻ, അയാൾക്ക് ഒരു വർഷത്തെ ശമ്പളം കിട്ടാൻ ഇന്ത്യയിൽ ഒരു ശരാശരി കൂലിപ്പണിക്കാരന് എത്ര വർഷം എടുക്കുമെന്നറിയോ നിങ്ങൾ? 941 കൊല്ലം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അയാളുടെ 10 തലമുറയിൽ നടക്കാൻ പോകുന്നില്ല. ഇന്ത്യക്കകത്ത് നടക്കുകയാണ്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത് 3.5, ഞാൻ പറയുമ്പോൾ ഇതൊരു ട്രിവിയലായിട്ട് ആളുകൾ എന്തിനാണ് നിങ്ങൾ ഈ നിയോ ലിബറലിസം എന്നൊക്കെ പറയണത്, അങ്ങനെ ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ 3.5 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവർ മുഴുവൻ ഒരു പ്രത്യേക സംവർഗത്തിലുള്ള ആളുകളല്ല, ഇന്ത്യയിലെ കൃഷിക്കാരാണ് അവർ. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടേ, ആ പ്രശ്നത്തോട് നിങ്ങൾ എങ്ങനെയാണ് തിരിഞ്ഞു നിൽക്കുക എന്നുള്ള ചോദ്യം. ഞാൻ ജാതിയെ നിഷേധിക്കുന്നില്ല, തീർച്ചയായും ജാതിപരമായി നിങ്ങൾ പറഞ്ഞതുപോലെ ചൂഷണത്തിൽ തന്നെ വ്യതിരക്തതകളുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത്തരം ഒരു വിപുലമായ പ്രശ്നത്തെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സംവാദം സാധ്യമാകുക എന്ന അന്വേഷണമാണ് എനിക്കുള്ളത്. ഒരു കാര്യം, ശ്രീജിത്ത് ദേശീയമായ ചില പഠനങ്ങൾ മുന്നോട്ട് വെച്ചു. ഏതാണ്ട് 30 വർഷത്തോളം എങ്കിലും, 4 നൂറ്റാണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ഭരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ദലിത് ആദിവാസി മേഖലയിലെ ആളുകൾക്ക് അവരുടെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല? ഏതാണ്ട് 35,000-നും 50,000-നും ഇടയിലുള്ള കോളനികളിലായി പട്ടിക വിഭാഗങ്ങൾ, പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങൾ ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ തങ്ങളുടെ കൈവശം പാർലമെൻ്ററി അധികാരം കിട്ടിയിട്ടും ഒഴിവാക്കിയ, അവഗണിച്ച ഒരു സമൂഹമാണ് കേരളത്തിലെ ദലിതർ. അപ്പോൾ നമ്മൾ ഒരു മാർക്സിസ്റ്റ് വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ നടത്തിയ പ്രായോഗികമായ വീഴ്ചകളെ കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കണം ആ വിമർശനങ്ങളെ ഏറ്റെടുക്കുക. വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുകൊണ്ട് ഈ താൽക്കാലികമായി ചർച്ച അവസാനിപ്പിക്കുകയാണ്. ജാതിയും വർഗവും വ്യത്യസ്ത സംവർഗങ്ങളല്ല എന്നും അവ തമ്മിലുള്ള സംവാദത്തിലൂടെ ഹിന്ദുത്വക്കെതിരായ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം സാധ്യമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ ചർച്ചയുടെ ബാക്കി തീർച്ചയായും ഇത് വേദിക്ക് പുറത്ത് നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു.